ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരം ഞായറാഴ്ച അർദ്ധരാത്രിയിൽ നടക്കുന്നതിനാൽ തിങ്കളാഴ്ച സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും നിവേദനം നൽകി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സിനും ഞാൻ മെയിൽ അയച്ചിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് തിങ്കളാഴ്ച സ്കൂളിന് അവധി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. കേവലം അവിടെ ഒരു മത്സരം നടക്കുന്നു, അതിൻ്റെ പേരിൽ അവധി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അല്ല അത് അയച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കുട്ടികൾ ഇപ്പോൾ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ അവർ മയക്കുമരുന്ന്, ലഹരി, അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ, അങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് അവർ പോകുമ്പോൾ അവരെ നന്മയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് അവരെ വഴിതിരിച്ച് വിടുക, അവർക്ക് പ്രോത്സാഹനം നൽകുക, അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കോഓപ്പറേഷനൊക്കെ വളർത്തിയെടുക്കുന്നതിൽ സ്പോർട്സ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈവൻ ദോ നമ്മളുടെ രാജ്യത്തിന് അതിനകത്തൊരു പങ്കാളിത്തം ഇല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, സ്പോർട്സിന് പ്രാദേശികമായിട്ടുള്ള അതിർവരമ്പുകളില്ല. നമ്മളെല്ലാവരും ഒരേപോലെ സ്പോർട്സ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെയാണ് അതൊരു ക്ലാസ് കട്ട് ചെയ്ത് ക്ലാസ് മുടങ്ങരുതെന്നല്ല, പിന്നീട് എപ്പോഴെങ്കിലും അതിന് പകരം വേറൊരു ദിവസം ക്ലാസ് വയ്ക്കുകയോ. കാരണം നമുക്കറിയാം, ഇതിൻ്റെ ആവേശത്തിൽ ഞങ്ങളിവിടെ താഴെ മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ഫുട്ബോളിൻ്റെ മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ പലരും പറഞ്ഞത്, അല്ലെങ്കിൽ വീട്ടമ്മമാരും കുട്ടികളും ഒക്കെ പറഞ്ഞത്, വരാൻ അസൗകര്യമുണ്ട്. കാരണം രാവിലെ ഇവരെ എഴുന്നേറ്റ് സ്കൂളിൽ വിടണം. 6 വീട്ടമ്മമാർ 5:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു 3 മണി വരെ ഇതിൻ്റെ സെലിബ്രേഷനൊക്കെ ആയി പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. എന്നിട്ട് പോലും ഇവിടെ നല്ല ആളായിരുന്നു. അപ്പോൾ കുറേ കൂടെ ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു അവധി ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. നമ്മൾക്ക് സ്പോർട്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു സംസ്ഥാനമാണ് നമ്മളുടേത്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഉള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനൊരു നല്ലൊരു ഡിസിഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.